ഹലോ എവരിവൺ. ഇപ്പം നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മൂൺ ലാമ്പ് ഉണ്ടാക്കിയാലോ? സംഭവം ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കണില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുറേ കാലമായി ഈ ഒരു മൂൺ ലാമ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കാനുള്ളൊരു മടി കൊണ്ടാണ് ഇത് ഇത്രയും നീണ്ടു പോയത്. ഏതായാലും നമുക്കിപ്പോൾ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബലൂണ് വീർപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്യാം. ഫെവിക്കോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ഒരു പകുതി മതി നമുക്ക് ഫെവിക്കോള്. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഈ ഒരു ബലൂണിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചാലും മതി. ഞാൻ അപ്പോൾ അത് വേഗം കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ നിവർത്തി കൊടുത്തിട്ട് അതിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ബലൂണിൻ്റെ മുകളിലേക്ക് ആ ടിഷ്യൂ പേപ്പർ വെക്കുക. പിന്നെ ഒരു ഫെവിക്കോള് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ബലൂൺ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 കോട്ടെങ്കിലും മിനിമം ചെയ്യണം നല്ലതാണ്. കാരണം എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഒരു മൂൺ ലാമ്പിന് പെർഫെക്ഷനും കിട്ടും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിക്കണമെന്ന് എനിക്കറിയില്ല, ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 5K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഗിവ് അവേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മളൊരു 4K ഒക്കെ ആവാനായിട്ടുണ്ട്. ഇത്രയും പെട്ടെന്നൊരു 5K ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഗിവ് അവേനെ ചെയ്യണമായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മൾ ഒരു കോട്ടൊക്കെ ഏകദേശം കവർ ചെയ്യാനായി. അതുപോലെ തന്നെ 2-3 കോട്ടും കൂടി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 2 കോട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തെ കോട്ട് ഞാൻ ചെയ്യണത് ആ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കീറി കൊടുത്തിട്ട് അതാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ബലൂണിൻ്റെ നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കെട്ടി കൊടുക്കുന്ന ഭാഗം നല്ല ഹാർഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കീറി കൊടുത്തിട്ട് അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടുള്ള ആ ഒരു വാട്ടർ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഡ്രൈ ആവാനായിട്ട് ഒരു 1 ഡേ വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് എടുത്തിട്ട് ഇനി ഇതിൻ്റെ ആ ഒരു ബലൂണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സർക്കിൾ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സർക്കിൾ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവേ ബലൂണൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ലേ, അപ്പോൾ അതേപോലെ ഞാൻ വിചാരിച്ചത് ഇതിന് ടിഷ്യൂ പേപ്പറിനുള്ളതുകൊണ്ട് വലിയ സൗണ്ടൊന്നും ഉണ്ടാവില്ലെന്നാണ്. ഞാൻ എന്നിട്ട് സ്മൂത്തായിട്ട് പോയി കട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സൗണ്ട് വന്നത്. ആ സൗണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മൂൺ ലാമ്പാണ്. പക്ഷെ അതിനൊരു മൂണിന് ടെക്സ്ചർ കിട്ടണ്ടേ. അതിനായിട്ട് ഞാനിവിടെ പഴയ ഇതുണ്ടാവല്ലോ ഐഷാഡോ പാലറ്റ്, അതിൽ നിന്നുള്ള ഐഷാഡോ യൂസ് ചെയ്തിട്ട് ബ്ലാക്കും ഗ്രേയും കൂടി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സർക്കിൾ ഷേപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കണം. സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏതായാലും ഇപ്പം ഉണ്ടാക്കുകയല്ലേ, ഇരിക്കട്ടെ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഇത് ഞാൻ വേറെ ക്രാഫ്റ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന ഐസ്ക്രീം സ്റ്റിക്സ് ആയിരുന്നു. അത് നമ്മൾ ഇതുപോലെ പഴയ ഇതുണ്ടാവുമല്ലോ റോള്, നമ്മുടെ സെല്ലോ ടേപ്പിൻ്റെ റോള്, അത് നമ്മൾ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ ബാക്കിയുള്ള ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ എന്തിനാണ് ഫെവിക്കോൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ അത് ഒട്ടിക്കിട്ടെങ്കിലും പെട്ടെന്ന് പറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്കങ്ങനെ അനുഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നത്. ഇനി ഫെവിക്കോൾ ഒട്ടിക്കുമ്പോഴുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം ടൈം ഡ്രൈ ആക്കാനായിട്ട് വെക്കേണ്ടി വരും. അതുപോലെ എല്ലാ സ്റ്റിക്സും ഫില്ലാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം.
ഒട്ടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടേബിളിൽ ആ ഒരു പെയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷീറ്റൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഐസ്ക്രീം സ്റ്റിക്സ് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീം സ്റ്റിക്സും പിന്നെ അതിൻ്റെ ആ ഒരു നടുക്കുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ കളർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കളറൊക്കെ അടിച്ച് സെറ്റായിട്ട് നമ്മളൊരു മൂൺ ലാമ്പിൻ്റെ ബേസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒന്നും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഐ ഷാഡോ പാലറ്റിൽ നിന്നുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ആൻറ്റിക് ലുക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്താലും മതി. മൂൺ ലാമ്പൊക്കെ സെറ്റായി. ഇനി ഇങ്ങനെ ലൈറ്റ് എത്തുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബോട്ടിൽ ലാമ്പിലുള്ള ലൈറ്റാണ്. ഒരു ഫെയറി ലൈറ്റ് വാങ്ങിയപ്പോൾ തന്നെ ആ ഒരു ബോട്ടിലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ആ ഒരു ബലൂണിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നൈറ്റിലാണ് ഈ ഒരു ലാമ്പിൻ്റെ കറക്റ്റ് ഒരു ഭംഗി കാണുക. അപ്പോൾ ഞാനതിൻ്റെ ഒരു നൈറ്റ് വ്യൂ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാത്രി പോയിട്ട് ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ബലൂൺ ലാമ്പ് നോക്കുകയാണ്. നല്ല അടിപൊളിയാണ് സംഭവം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാനും മറക്കണ്ട. ടാറ്റാ.